ഇടുക്കി തൊടുപുഴയിൽ ബോധരഹിതനായി വഴിയിൽ കിടന്ന ആളെ ജില്ലാ ആശുപത്രിയിൽ പോലീസ് എത്തിച്ചിട്ടും ചികിത്സ സമയത്ത് നൽകിയില്ലെന്ന് പരാതി ഉയരുന്നു. ചുങ്കം സ്വദേശി ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചുപോയി. ചികിത്സാ വീഴ്ചയിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയും കോട്ടയം മെഡിക്കൽ കോളേജിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ജയകുമാറിന്റെ ബന്ധുക്കൾ. ആ വാർത്തയിലേക്ക്. ഫെബ്രുവരി 14-നാണ് ചുങ്കത്തിന് സമീപം ബോധരഹിതനായി വഴിയിൽ കിടന്ന ജയകുമാറിനെ പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. മദ്യപിച്ച് ബോധരഹിതനായി കിടക്കുന്നുവെന്ന് കരുതി പോലീസും ആദ്യം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 15-ന് രാവിലെ ബന്ധുക്കൾ എത്തുമ്പോൾ ജയകുമാറിനെ ചികിത്സ നൽകാതെ ബെഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ഡോക്ടർ അവിടെ ഉണ്ട്, ഡോക്ടർ ഇല്ലെങ്കിൽ ശരിയാ നോക്കുന്നില്ലെന്ന് പറയാം. ഇത് ഡോക്ടർ അവിടെ ഉണ്ടായിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. 5 മണിക്കൂറോളം ഞങ്ങൾ അറിയുന്നത് 8:30-9 മണിയായപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു 3 മണിയായപ്പോൾ വെളുപ്പിന് 3 മണിയായപ്പോൾ ഫയർഫോഴ്സുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയം വെച്ച് നോക്കുക 5 മണിക്കൂറോളം പുള്ളി ചികിത്സയില്ലാതെ അവിടെ തന്നെ നടന്നു. ഗുരുതരാവസ്ഥയിൽ ജയകുമാറിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴും ചികിത്സ വൈകിയെന്നാണ് ആരോപണം. സ്മിതയെ കൊണ്ടേ കാണിച്ചിട്ട് അവിടുന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ സ്കാൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നതല്ലാണ്ട് അവരും ഒന്നിനും ഒരു തീരുമാനമായിട്ട് പറയുന്നില്ല. അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഒന്നാമട്ട് ബെഡില്ലാതാനും. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക, അത് കഴിയുമ്പോൾ ബാക്കി കാര്യം ചെയ്യാമെന്നാണ് പറയുന്നത്. സർജറി പോയിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ കൊണ്ട് അവരെ ഓടി നടക്കുന്നതല്ലാണ്ട് അവർ വന്ന് നോക്കുന്നു, ഇന്നത് പോയി ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളെ ഓടിച്ചു വിടുന്നതല്ലാണ്ട് അതിൻ്റെ കൂടെ ഒരു അറ്റൻഡറെയോ ഇല്ലെങ്കിൽ ഒരു നേഴ്സിനെയോ ഒന്നിനും നമ്മുടെ കൂടെ ആരെയും വിടുന്നില്ല. ആളെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് വിവരമറിയിച്ചില്ലെന്നും ബന്ധുക്കൾക്ക് ആക്ഷേപമുണ്ട്. ചികിത്സാ വീഴ്ചയിൽ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ ജയകുമാറുമായി ബന്ധപ്പെട്ട പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ജില്ലാ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.